വെൽക്കം ടു എനന കിച്ചൺ. ഇന്ന് ചെറിയൊരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്നും രാവിലെ ഒരു 7 മണിക്ക് തന്നെ ഇറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലേക്കാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടൗണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മണ്ണാർക്കാടാണ് കേട്ടോ ഈ ടൗണ്. ഇതാണ് ഞങ്ങളുടെ ടൗൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ നൊട്ടമ്മല വളവൊക്കെ കഴിഞ്ഞ് പാലക്കാട് റൂട്ടാണിത്. അട്ടപ്പാടിയിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡുകളിലൂടെ അധികം തിരക്കുകളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഒരു 8-8:15 ആയപ്പോഴത്തേക്കും നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലക്കാട് കോട്ട മൈതാനിയൊക്കെ ഒന്ന് ചുറ്റി നമ്മളവിടുത്തെ പോത്തുണ്ടി ഡാമിൽ നമ്മളൊന്ന് സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അത് ഇതുവരെ യാത്രയൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളവിടെ ഒന്ന് ഇറങ്ങി കയറാമെന്ന് വിചാരിച്ച് നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. പാലക്കാടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നിറയെ നെൽവയലുകളാണ് കേട്ടോ. 2 സൈഡിലും പാടവരമ്പുകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഒരുപാട് നെൽകൃഷിയൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ് ഈ പാലക്കാട് ജില്ലയിലെ. ഈ നമുക്ക് വാഹനങ്ങളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. വേറെ ഒരു കൃഷിയും ഇവിടെ ചെയ്യാറില്ല. പൊതുവെ നെൽകൃഷി തന്നെയാണ് കൂടുതലായിട്ടും ഇവിടെ ചെയ്തു വരുന്നത്. നമ്മുടെ നെല്ലിയാമ്പതി യാത്ര എന്ന് പറയുന്നത് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഒരുപാട് വ്യൂ പോയിൻറ്റ്സും ഒക്കെ ഉണ്ട് അവിടെ. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോകണം എങ്കിലേ നമുക്ക് ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും അവിടെ എത്തുള്ളൂ. കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ നിന്നും പോകുമ്പോൾ. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ. നമ്മൾ പോത്തുണ്ടി ഡാം ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ ചെറിയ കാഴ്ചകളൊന്ന് കാണാം. ഡാമിലോട്ടുള്ള വഴിയാണിത്. ഒരുപാട് കയറാനുണ്ട് കേട്ടോ ഈ സ്റ്റെപ്പ്. ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ ഒരു ഭംഗി തന്നെ കേട്ടോ. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണിത്. വെള്ളം കണ്ടോ, ഓളം വെട്ടുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കാറ്റ് ഇവിടെ വീശുന്നുണ്ടെന്ന്. നമ്മളൊക്കെ പാറിപ്പോകുന്നൊരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്നപ്പോൾ കേട്ടോ. ഇത്രയധികം കാറ്റാണ് ഇവിടെ. താഴെ ഞങ്ങൾ ഈ ഗാർഡനിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാറ്റിൻ്റെ ഒരു പ്രശ്നമില്ല. ഡാമിന് ഒരുപാട് താഴ്ച ഉള്ളത് കാരണമാണ് അത്രയും കാറ്റ് അനുഭവപ്പെടുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഗാർഡൻ അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ഏരിയ നമുക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ അധിക സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ഉച്ച ആകുമ്പോഴത്തേക്കും നമുക്ക് നെല്ലിയാമ്പതി എത്തണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. നെല്ലിയാമ്പതി വ്യൂസൊക്കെ ഒരുപാടുണ്ട് കാണാൻ. അത് വരും എപ്പിസോഡുകളിൽ ഞാൻ ഇൻഷാല്ലാ വിടുന്നതായിരിക്കും. ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടന് നിങ്ങൾ ഓളൊന്ന് പ്രസ് ചെയ്തിടണം കേട്ടോ.
ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കിച്ചൺ വീഡിയോസ് ഉണ്ട്. കുക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസാണ്, കൂടുതലായിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ നമ്മൾ ഗാർഡൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള മത്സ്യങ്ങളെയൊക്കെ കാണുന്നത് ഒരുപാട് ഭംഗിയാണല്ലേ. നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങളാരെങ്കിലും ഈ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാം സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സന്ദർശിച്ച് നോക്കണം. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഇനി ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ കുറേ സ്ഥലങ്ങളിൽ നിർത്തി വ്യൂ പോയിൻറ്റ്സൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് ചെയ്തത്. അവിടുത്തെ തേയിലത്തോട്ടങ്ങൾ എല്ലാം കാണാനുണ്ട്, ഒരുപാട് കാണാനുണ്ട് നമുക്കവിടെ. അടുത്ത ഓറഞ്ച് ഗാർഡന്, ഫ്ലവർ ഗാർഡന്, വെജിറ്റബിൾ ഗാർഡന്, അങ്ങനെ ഒരുപാട് വ്യൂ ഉണ്ട് അവിടേക്ക്. പ്രകൃതി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ നെല്ലിയാമ്പതി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത് കാണാം. അതുവരേക്കും താങ്ക് യു.